എന്തോ ഇത് പ്രവീൺ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിന് മുമ്പ് റിപ്പോർട്ടറിൽ വരുന്നതും എങ്ങനെയാണെന്ന് പ്രവീൺ അറിയാലോ. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ കൂവിയേട്ട നിങ്ങളുടെ ചാനൽ വന്നു ഞാൻ പറഞ്ഞു ചാനൽ വന്ന് എത്തോ കള്ളം പറയാൻ പാടില്ലല്ലോ. റിപ്പോർട്ടർ ചാനലല്ലേ? എന്താണ് പറഞ്ഞത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ചു പ്രവീണൊന്ന് പറഞ്ഞോളൂ. അല്ല, റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തേക്കുവാ. അതില് ഞാൻ ഏഷ്യാനെറ്റിനോട് ചോദിച്ചില്ലല്ലോ. ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നത് ഏഷ്യാനെറ്റ് അസംഷനാവുന്ന അതിലെ പിന്നെ ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ. പക്ഷേ റിപ്പോർട്ടറിന്റെ ബ്രേക്കിന് പോകുന്നത് ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പുറത്തുനിന്നാണോ? ഞാൻ സംസാരിച്ച ഒരാളെയും സംസാരിച്ചു ചാനൽ കൊടുക്കുന്നതായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ടൈസ് തന്നതാണ്. പ്രവീൺ ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ. അതേത് പ്രവർത്തകരാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ആരോഗ്യമന്ത്രിയെ അത് എന്റെ പ്രവർത്തകർ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, എന്നെ സംസാരിച്ചോ? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോ ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കരുത്. വാർത്തകൾ വളർച്ചയിരിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ. സത്യം അത് പറഞ്ഞാൽ അത്രയല്ലേ. പക്ഷേ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ വിളിച്ച് പ്രവർത്തകർക്ക് തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രി ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെ വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കുന്നത്. കൂവി വിളിച്ചെന്ന് പറയുന്നതിൽ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീണും അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. അപ്പോൾ അത് പ്രവീൺ കൊടുത്ത വാർത്തയല്ല എന്ന് ഞാൻ അറിയും, മനസ്സിലാകും. ഓക്കെ, അത് തിരുത്താനായിട്ട് പറയണം എന്നുള്ളതേ ഉള്ളൂ. മറ്റു ചാനൽ കണ്ടില്ല, എൻ്റെ ഓഫീസിൽ തന്നെ മനസ്സിലാക്കിയതേ ഉള്ളൂ.